ഇതാ ചേച്ചി എന്റെ റൂം. ഒരു മിനിറ്റ് നിക്ക്. വാ, അകത്ത് വന്നിരിക്കെ. എന്തിനാ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റുന്നു? വേറെ വഴിയില്ലല്ലോ ചേച്ചി. വല്ല കടത്തിണ്ടയിലോ ബസ് സ്റ്റാൻഡിലോ കിടന്ന് ഉറങ്ങുന്നതിനേക്കാളും അടച്ചുറപ്പുള്ള ഒരു മുറിയെങ്കിലും ഉണ്ടല്ലോ. ചേച്ചിയും വൈദേഹി ചേച്ചിയെ പോലെയാണല്ലോ. നിനക്കെന്താ അങ്ങനെ തോന്നിയത്? വൈദേഹി ചേച്ചി ഇവിടെ വന്ന് എന്നെ ഈ അവസ്ഥയെ കണ്ടിരുന്നെങ്കിൽ ചേച്ചിയെ പോലെ തന്നെ കരഞ്ഞേന്. എന്റെ വൈദേഹി ചേച്ചി നല്ലവളാ. പക്ഷെ ഞാനാണ് എപ്പോഴും ചേച്ചിയെ കരയിപ്പിക്കാറ്. അതുകൊണ്ടാവും ദൈവം എന്നെ ഈ വിധത്തിൽ ശിക്ഷിച്ചത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും പറയരുത്. ചേച്ചിയോട് ചെയ്ത പാപ ഇന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും എന്റെ ബുദ്ധി മാറിയിട്ടും വീട്ടിൽ ചെന്ന് കയറാൻ ഒരു വഴിയില്ലാതായത്. ഉറപ്പായിട്ടൊരു വഴിയുണ്ടാവും. ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം. ശ്രേയ, നിനക്ക് വിരോധമില്ലെങ്കിൽ 2 ദിവസം ഞാനിവിടെ നിന്റെ കൂടെ നിന്നോട്ടെ. ചേച്ചിയോ? ഇവിടെയോ? ചേച്ചിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ തള്ളയുടെ പണി കഴിഞ്ഞ് ഇനി ആ മകളെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ച് അവളെയും കൂടി അങ്ങ് തീർക്കണം. ഇപ്പൊ ഈ ബോഡി പുറത്തേക്ക് എടുക്കുന്നത് സേഫാണ്. ഒന്ന് രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇരുട്ടത്താനും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. രാത്രിയാകുന്നവരെ ബോഡി എവിടെയെങ്കിലും ഒളിപ്പിക്കണം. രാത്രി ആയതിനു ശേഷം പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും ബുദ്ധി. ചന്ദ്രിക എന്തിനായിരിക്കും ഇപ്പൊ വിളിക്കുന്നത്? പറഞ്ഞോളൂ മാഡം. വരുൺ, ശാന്താദേവിയോ വൈദേഹിയോ നീ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ലല്ലോ മാഡം. കണ്ടാ ഞാൻ ഉടനെ വിവരം അറിയിക്കാം. ഇവിടുന്ന് രക്ഷപ്പെട്ടവർ അങ്ങോട്ടേക്കല്ലേ വരേണ്ടത്? ഇതുവരെ വന്നില്ലേ? ഏയ്, വന്നില്ലല്ലോ മാഡം. വന്നിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ വിളിച്ച് അറിയിക്കുമായിരുന്നില്ലേ? വരുൺ, അവരെവിടെയുണ്ടെങ്കിലും എനിക്ക് അവരെ ജീവനോടെ വേണം. എന്റെ അഭിമാനം നിലനിർത്താനും പ്രതികാരം തീർക്കാനും അവരെ 2 പേരെ എനിക്ക് ജീവനോടെ കിട്ടണം. ആയിക്കോട്ടെ മാഡം. കണ്ട ഉടനെ ഞാൻ അങ്ങ് വിളിച്ചു പറയാം. ഇവരെ ജീവനോടെ അങ്ങ് വിട്ടാലേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അങ്ങ് പോകുമെന്നുള്ള എൻ്റെ പേടി. അവർക്ക് ഇവരെ ജീവനോടെ വേണോത്രേ. നിന്റെയൊക്കെ പ്രതികാരത്തേക്കാൾ ഞങ്ങളുടെ ജീവൻ ഇത്തിരി വില കൂടുതലാണ് ചന്ദ്രികയെ. ഈ അമ്മയെയും മകളെയും ഇനി നിങ്ങൾക്ക് ജീവനോടെ കിട്ടാൻ പോകുന്നില്ല.
ആരാ വരണേ ആ കിടക്കുന്നത്? എന്തിനാ അവരെ കിടത്തിയേക്കുന്ന? അത് പിന്നെ മാഗി, അത് എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയാ. അവര് ബോധം കെട്ട് വീണപ്പോഴ്. ബോധം കെട്ട് വീണ മുഖത്ത് വെള്ളം കൊടുന്ന് എഴുന്നേൽപ്പിക്കും, ഉടനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും മുറിയിൽ കൊണ്ട് ഒളിപ്പിക്കോ? വരുണേ, സത്യം പറ, നീ അവരെ തല്ലിക്കൊന്നല്ലേ? അതല്ല മാഗി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ. ഏയ്, അങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ എന്താ സംഭവിച്ചത്? അനങ്ങരുത്. നീ ഇന്ന് വൈദേഹി കണ്ടിട്ടും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്നെ എനിക്ക് സംശയം തോന്നിയതാ. അപ്പോ നിനക്ക് വൈദേഹി ഇവിടേക്ക് തിരികെ വരുന്ന ഇഷ്ടമല്ല. വരുണേ, ഇവരാരാണ്? അത് പിന്നെ മാഗി, ഞാനെല്ലാം നിന്നോട് വിശദമായിട്ട് പറയാം. അങ്കിളിനെ ആന്റിനെ ഞാൻ വിളിക്കട്ടെ, എന്നിട്ട് എല്ലാരും ഇങ്ങ് വരുമ്പോ ഒന്നിച്ചിരുന്ന് സംസാരിക്കാം. ഏയ്, ഫോൺ ചെയ്ത് എന്തായാലും അമ്മേ, അമ്മേ, രക്ഷപ്പെട്ടു. അതല്ല, ആ സ്ത്രീ ആരായിരിക്കും? കുറച്ചു മുമ്പ് വൈദേഹിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചത്. അപ്പോഴേക്കും അവര് ശ്രദ്ധിക്കാതെ അങ്ങ് നടന്നുപോയി. വന്നിരുന്നെങ്കിൽ വരുണന്റെ അടുത്ത് നിന്ന് പെടില്ലായിരുന്നു. ഇക്കാര്യം വേഗം ആന്റീനെ അങ്കിളിനെ അറിയിക്കണം. നീയായിരുന്നു? ഞാൻ തന്നെ. ഒരാളെ ഞാൻ കൊന്നത് കണ്ടിട്ട് നീ അങ്ങ് രക്ഷപ്പെട്ടാലേ നിന്നെ ഞാൻ അങ്ങ് വെറുതെ വിടുമെന്ന് കരുതിയ. വരുണേ, നീയപ്പോ അവരെ കൊന്നുകളഞ്ഞതാണോ? അത്രയും പ്രായമുള്ളൊരു സ്ത്രീയെ എങ്ങനെ കൊല്ലാൻ നിനക്ക് മനസ്സ് വന്നടാ? നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവിടെ നിൽക്കണേ. നിൽക്കാൻ. എന്തു പറ്റി? മരിച്ചു പോയെന്ന് തോന്നുന്നു. അവള് ചത്ത. അയ്യോ, ആള് പോയോ? കാര്യം കുറച്ചുകൂടി എളുപ്പമായി. ഇല്ല, ജീവനുണ്ട്. ആണോ? എന്നാ ആശുപത്രിയിലേക്കും ഉണ്ടോ? ശാന്തമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്ക് എന്തോ പറ്റിയെന്ന് എൻ്റെ മനസ്സെന്നോട് പറയും പോലെ. അച്ഛ, അങ്ങനെയൊന്നുമില്ല അച്ഛ. അമ്മായിയെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. അച്ഛൻ വിഷമിക്കാതിരിക്കെ. എവിടെയുണ്ടെങ്കിലും ഞാൻ ചെന്ന് കണ്ടുപിടിച്ചോണ്ട് വരാം.
എന്റെ മനസ്സിൽ എന്തൊക്കെയോ പേടി തോന്നുന്നു. എന്റെ മനസ്സിനെന്താ ആകെ ഒരു വെപ്രാളം പോലെ. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നേ. എന്റെ മനസ്സിനൊരു സുഖമില്ല. ഞാൻ കുറച്ചു നേരം ചെന്ന് കിടക്കട്ടെ കൗസല്യേ. അച്ഛാ, കൊണ്ട് എല്ലാം നോർമലാവും. ധൈര്യമായിട്ടിരിക്കും. അത് അതെ. ഡോക്ടർ പറഞ്ഞത് കേട്ടാണല്ലോ, ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന്. അല്ല, ഞാൻ മനസ്സിലായി. നിനക്ക് ആക്സിഡന്റ് ആയത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, എനിക്കതൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഒന്നിച്ചു പോവാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തിനാ ഒറ്റയ്ക്ക് പോന്നേ? ഒന്നിച്ചായിരുന്നെങ്കിൽ ഇതുപോലെ സംഭവിക്കുമായിരുന്നോ? മാഗി, ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, പിന്നെ പറഞ്ഞാ മതി. ഇപ്പൊ തന്നെ പറയണോ? പക്ഷെ നിനക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മാഗി. എന്താ, പെന്നും പേപ്പറാണോ? എഴുതി തരാനാ? ഓക്കെ ഓക്കെ, നീ ഇവിടെ കിടന്നു, ഞാൻ എടുത്തോണ്ടിരാം.
ആരാണ് ആ സ്ത്രീ? അവൻ കൊന്നുകളഞ്ഞു. ഈശ്വര, വീട്ടിൽ കയറി വന്നൊരു സ്ത്രീയുടെ ജീവൻ എന്തിനാ അവൻ എടുത്തത്? വെയിറ്റ്. സമാധാനമായിട്ട് എഴുതിക്കോ. പ്രളയമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ആ വീട് മുങ്ങിപ്പോവല്ലോ. ആ സ്ത്രീ ആരാണ്? വരുൺ എന്താണ് ചെയ്യുന്നത്? ഈ സമയത്ത് വൈദേഹി ഉണ്ടായിരുന്നെങ്കിൽ. നീ എവിടെയാ വൈദേഹി? വരുൺ, ആ അമ്പലത്തിലേക്ക് എത്താന്ന് പറഞ്ഞിട്ട് എവിടെ പോയതാ? അത് ഞാൻ വല്യമ്മ, അത് ഞാൻ പോയ കാര്യം പെട്ടെന്ന് അങ്ങ് തീർന്നില്ലായിരുന്നു. നീ എന്താകെ വേർത്ത് കുളിച്ച് വല്ലാണ്ടായി? എന്ത് പണിയായിരുന്നു? അതൊന്നുമില്ല വലിയ. ഞാൻ വൈദേഹി അമ്മായി അന്വേഷിച്ച് പോയതായിരുന്നു. എന്നിട്ട് കണ്ടോടാ? വൈദേഹി എങ്കിലും കണ്ടായിരുന്നോ? അവള് മനഃപൂർവ്വം നമ്മുടെ കൺവട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോ എങ്ങനെയാ അവളെ കണ്ടുപിടിക്കാൻ പറ്റുക? വരണേ, അമ്മായി എങ്ങനെ കണ്ടായിരുന്നോ? നീ കണ്ടായിരുന്നോ? എന്റെ ശാന്തമേ എവിടെ വെച്ചാ കണ്ടേ? എടാ, എന്നിട്ട് എന്താ അവളെ കൂട്ടാഞ്ഞേ? എന്നിട്ട് എന്തി വിളിച്ചോണ്ട് വരാഞ്ഞേ? പറയടാ വരുണേ, പറയടാ. പറ വരുണേ. വലിയ അമ്മായി ഞാൻ കണ്ടായിരുന്നു. ഓടി ഞാൻ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അത് അമ്മായി ആയിരുന്നില്ല. ദൂരെ നിന്ന് നോക്കിയപ്പോഴേക്കും അമ്മായി ആയിട്ട് എനിക്ക് തോന്നിയതാ. അത്രേ ഉള്ളൂ. അമ്മേ, അവര് ചന്ദ്രികയുടെ പിടിയിലല്ലേ, പിന്നെ എങ്ങനെ അവരെ കാണാനാ? വരുൺ ആരെയോ കണ്ട് തെറ്റിദ്ധരിച്ചതാവും. വരുണേ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ,
നീ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ നോക്ക്. എന്നാ ഞാൻ അങ്ങോട്ട് കുളിച്ചിട്ട് വരാം.